കൂട്ടുകാരെ, നിങ്ങളുടെ അമ്മയുണ്ടാക്കുന്ന ആഹാരം എങ്ങനെയുണ്ട്? അതായത് വീട്ടിലുണ്ടാക്കുന്ന ആഹാരം നിങ്ങൾക്ക് ഇഷ്ടമാണോ? പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലേ? കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയായിരുന്നു ഞാൻ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം ഞാൻ അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം കൊണ്ടു ചെന്ന് കളയുമായിരുന്നു. ആഹാരത്തിന് ടേസ്റ്റ് കുറവാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ലായിരുന്നു. പക്ഷേ എല്ലാവരും കഴിച്ചു കഴിയുന്നതിന് മുൻപ് കൈ കഴുകിയാൽ തള്ളില്ലാതെ കൈ കഴുകാൻ പറ്റും. അല്ലെങ്കിൽ ഇടിയായി, അടിയായി, വഴക്കായി, അതൊന്നും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ചോറ് മുക്ക ഭാഗവും ഞാൻ കൊണ്ട് കളയുക പതിവായിരുന്നു. പക്ഷേ ഇതൊന്നും അമ്മയ്ക്കറിയില്ല. അമ്മ എല്ലാ ദിവസവും രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ്, ചിലപ്പോൾ 4 മണിക്കും 4:30ക്കും ഒക്കെ ആയിരിക്കും എഴുന്നേൽക്കുക. ഒരുപാട് കഷ്ടപ്പെട്ട് ആഹാരം വെച്ച് തരുമായിരുന്നു. ആ ആഹാരം ഫുൾ കൊണ്ട് കളഞ്ഞത് കൊണ്ടായിരിക്കാം +2 കഴിഞ്ഞ് ഹോസ്റ്റലിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള കറി എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണെന്ന്. അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കുമായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കറി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുമായിരുന്നു. ഹോസ്റ്റലിലെ ഫുഡ് മോശമാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കണ്ണില്ലാത്തപ്പോഴാണല്ലോ നമ്മൾ കണ്ണിൻ്റെ വില അറിയുന്നത്. ഓരോ ദിവസവും അമ്മയുടെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. എല്ലാ വീക്കെൻഡിലും ഞാൻ വീട്ടിലേക്ക് പോകും. എന്തിനാണെന്നറിയാമോ? ആഹാരം കഴിക്കാൻ. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും അല്ലേ? ഹോസ്റ്റലിൽ ജീവിച്ച എല്ലാവർക്കും പറയാൻ ഈ കഥകളൊക്കെ കാണും കേട്ടോ. ഹോസ്റ്റലിൽ പഠിക്കുന്ന ആ ഒരു കാലമുണ്ടല്ലോ, ഫുഡിൻ്റെ വില എന്താണെന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു. അതിനുശേഷം ഈ ഫുഡൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ട് കളയുന്നത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കുന്നത്. കാരണം വേണ്ടെങ്കിലും ഞാനത് കൊണ്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ ചെയ്യുന്ന ഒരു പതിവ് കാര്യമുണ്ടായിരുന്നു. എന്തായിരുന്നെന്നോ, ഞാൻ അന്ന് വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെയും ഉച്ചക്കത്തെയും ഒന്നും ആഹാരം അവിടുന്ന് കഴിക്കത്തേയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കണം, അത് മാത്രമായിരുന്നു ചിന്ത. തലേന്ന് വൈകുന്നേരം അമ്മ വിളിക്കുമ്പോൾ തന്നെ പറയും, അമ്മ എനിക്ക് മുരിങ്ങയിലക്കറി വേണം, കുരുമുളക് ചതച്ചിട്ടതും മഞ്ഞപ്പൊടിയും പുളിയും ഒക്കെ ചേർത്ത് അമ്മ ഉണ്ടാക്കുന്ന ഒരു രസം ഉണ്ടായിരുന്നു, ആ രസം ഉണ്ടാക്കി വെക്കണം, മീൻ വറുത്ത് വെക്കണം. അങ്ങനെ ഒരു ഒത്തിരി ലിസ്റ്റ് ഞാൻ തലേന്നേ കൊടുത്തിട്ടുണ്ടായിരിക്കും. അമ്മ പറയും, എനിക്കിവിടെ സമയമൊന്നുമില്ല, ഇവിടെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നിനക്ക് ഉള്ളതൊക്കെ കൂട്ടി കഴിച്ചാൽ പോരെ എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ എന്തൊക്കെ ലിസ്റ്റ് പറയുന്നു ആ ലിസ്റ്റിലുള്ള ആഹാരം മൊത്തം അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമെന്ന്. പിന്നെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വീട്ടിൽ എത്തുന്നത് വരെ പട്ടിണി ഇരിക്കുന്നത് എന്തിനാണെന്നോ, അപ്പോൾ ഈ കറിയുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാവും. അന്ന് ഞാൻ PMGന്ന് ബസ്സിൽ കയറുമ്പോൾ അച്ഛനെ ഞാൻ വിളിച്ച് പറയാം, അച്ഛാ ഞാൻ ബസ്സിൽ കയറിയെന്ന്. എന്നിട്ട് ആയൂർ എത്തുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം, അച്ഛൻ ഞാൻ ആയൂർ എത്തിയിട്ടുണ്ട്. ആയൂരിൽ നിന്ന് ബസ് കയറി അമ്പലംകുന്നിൽ ഇറങ്ങും. അമ്പലംകുന്നിൽ ഒരു കാത്തുനിൽപ്പാണ് അച്ഛൻ വരുന്നത് നോക്കി. ചില ദിവസങ്ങളിൽ ബസ് വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ വരും, ചില ദിവസങ്ങളിൽ അച്ഛനെ കാത്തു നിൽക്കേണ്ടി വരും. കാരണം അമ്പലംകുന്നിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് അച്ഛൻ ഉണ്ടായാൽ മാത്രമേ പോകാൻ പറ്റൂ, അല്ലാതെ ബസ് വളരെ കുറവായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെ കാത്തു നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് വിശപ്പ് കൂടി കൂടി വരും. അമ്പലംകുന്ന് എത്തുമ്പോഴേ ഞാൻ അമ്മയെ വിളിക്കും, അമ്മ ചോറ് വിളമ്പി വെക്കും. അങ്ങനെ വീട്ടിലെത്തിയാലുടൻ വേറെ ഒന്നും ചെയ്യാതെ കൈയും മുഖവും മാത്രം കഴുകി ഓടി വന്ന് ആ ചോറ് കഴിക്കുമ്പോൾ ഉള്ളൊരു സമാധാനം, അയ്യോ, ലോകത്തിലെ ഏത് ഫുഡ് കഴിച്ചാലും ആ ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല എന്ന് എനിക്ക് അന്ന് തോന്നുമായിരുന്നു. അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറയും, നീ എന്തിനാണ് ഇത്രയും നേരം വിശന്നിരിക്കുന്നത്, നിനക്ക് വല്ലതും കഴിച്ചിട്ട് വന്നുകൂടെയെന്ന്. അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുപോലെ ആയിരിക്കും അല്ലേ എല്ലാവർക്കും. നമ്മൾ ഈ എരി കൂടിപ്പോയി, ഉപ്പ് കുറഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാരോടും ഭാര്യമാരോടും എല്ലാം ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലേ? കുറേ നാൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഹാരവും കിട്ടാതിരുന്നതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു കറി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് അമ്മയുണ്ടാക്കുന്ന ഒരു കറി ഉണ്ടായിരുന്നു, അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ ഒരു കറി കഴിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ,
അന്ന് ആ കറി കൂട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അമ്മയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. കാരണം അഭിനന്ദനങ്ങൾക്കൊന്നും വേണ്ടിയായിരിക്കില്ലല്ലോ നമ്മുടെ അമ്മമാർ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നതെന്നല്ലേ. പക്ഷേ ഞാനതിൽ ഒരുപാട് ലക്കിയായിട്ടുള്ള ഒരാളാണ് കേട്ടോ. എൻ്റെ ദേവയ്ക്ക് എന്ത് ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുത്താലും ഇപ്പോഴവൻ പറയുന്നത്, അമ്മ ഇതൊക്കെ എവിടുന്ന് പഠിച്ചമ്മ, എന്ത് സൂപ്പറാ അമ്മ എന്ന്. എനിക്കറിയാം അതൊന്നും അത്ര രസമില്ലെന്ന്, പക്ഷേ എന്നാലും എൻ്റെ മോനത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി ഏതെങ്കിലുമൊക്കെ നല്ല കറികളോ നല്ല കാര്യങ്ങളോ ഒക്കെ വീട്ടിലുള്ള ഭാര്യയോ അമ്മയോ ഒക്കെ ചെയ്തു തരികയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി എന്നൊന്ന് പറഞ്ഞു നോക്കണേ. അഭിനന്ദനങ്ങളൊന്നും അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോംപ്ലിമെൻറ്റുകൾ അവർക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണേ. എന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കണേ.